2024 നോബൽ പ്രൈസ് ഫിസിക്സിനും കെമിസ്ട്രിക്കും ലഭിച്ചത് ആർക്കൊക്കെയാന്ന് നോക്കാം. നമുക്ക് കോഡ് രൂപത്തിലൂടെ പഠിക്കാം. ഫിസിക്സിന് ലഭിച്ചത് ജെഫ്രി ഇ ഹിൻഡണും ജോൺ ജെ ഹോഫീൽഡ്. ജെഫ്രി ഇ ഹിൻഡൺ UK കാനഡ സിറ്റിസൺ ആണ്. ജോൺ ജെ ഹോഫീൽഡ് USA. എന്തിനാണ് ഇവർക്ക് ലഭിച്ചത് നോക്കാം. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുള്ള മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്ക്, അല്ലെങ്കിൽ എങ്ങനെ പറയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമായ മെഷീൻ ലേണിംഗ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ കൃത്രിമ നാഡീവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിന്റെ അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്കാണ് ജെഫ്രി ഇ ഹിൻഡണും ജോൺ ജെ ഹോഫീൽഡിനും 2024 ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. നമുക്ക് കോഡ് നോക്കാം. കോഡ്: ക്രിക്കറ്റിൽ 6 അടിച്ച് ഹിറ്റ് ചെയ്ത് ഫീൽഡ് ഔട്ടായി. ഇവിടെ 6 എന്നതിലൂടെ ഫിസിക്സ് എന്ന് ഓർക്കുക. 6 എന്നതിലൂടെ നമുക്ക് ഫിസിക്സ് എന്ന് ഓർക്കാം. ഹിറ്റിലൂടെ ജെഫ്രി ഇ ഹിൻഡൺ എന്നും ഫീൽഡ് ഔട്ടിലൂടെ ജോൺ ജെ ഹോഫീൽഡ് എന്നും ഓർക്കാം. എന്താണ്? ക്രിക്കറ്റിൽ 6 അടിച്ച് ഹിറ്റ് ചെയ്ത് ഫീൽഡ് ഔട്ടായി. ഇവിടെ ഒരു പോയിന്റും കൂടെ ഉണ്ട്. ജെഫ്രി ഇ ഹിൻഡൺ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. എന്താണ്? ഗ്രാൻഡ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് അറിയപ്പെടുന്ന ആരാണ്? ജെഫ്രി ഇ ഹിൻഡൺ. അപ്പോൾ ഫിസിക്സിനുള്ള 2024 നോബൽ പ്രൈസ് ലഭിച്ചത് ജെഫ്രി ഇ ഹിൻഡണും ജോൺ ജെ ഹോഫീൽഡിനും ആണ്. അടുത്തത് കെമിസ്ട്രി. കെമിസ്ട്രിക്ക് ലഭിച്ചത് ഡേവിഡ് ബേക്കർ USA, ഡെമിസ് ഹസാബിസ് ബ്രിട്ടൻ, ജോൺ എം ജംബർ USA. ആർക്കൊക്കെ? ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംബർ. ഇവിടെ 2 തരംതിരിച്ചാണ് ലഭിച്ചത്. ഡേവിഡ് ബേക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ എന്ന മേഖലയ്ക്കും ഡെമിസ് അസാബിസിനും ജോൺ എം ജംബറിനും പ്രോട്ടീനുകളിലെ ഘടനകൾ പ്രവചിക്കുന്നതിനുള്ള മാർഗങ്ങൾ വികസിപ്പിച്ചതിനുമാണ് ലഭിച്ചത്. നമുക്കതിന്റെ കോഡ് നോക്കാം. കോഡ്: ബേക്കറിയിൽ നിന്ന് രസഗുളയും ബിസ്ക്കറ്റ് ജംസും വാങ്ങി. എന്താണ്? ബേക്കറിയിൽ നിന്ന് രസഗുളയും ബിസ്ക്കറ്റും ജംസും വാങ്ങി. ഇവിടെ ബേക്കറി എന്നതിലൂടെ നമുക്ക് ഡേവിഡ് ബേക്കറിനെ ഓർക്കാം. രസഗുള എന്നതിലൂടെ കെമിസ്ട്രി, രസതന്ത്രം ഓർക്കാം. ബിസ്ക്കറ്റ് ഹസാബിസ്, ജംസ് ജംബർ, അങ്ങനെ ഓർക്കാവേ. അപ്പൊ ഡേവിഡ് ബേക്കർ, ഡെമിസ് അസാബിസ്, ജോൺ എം ജംബർ, ഇവർക്ക് എന്തിനാണ് ലഭിച്ചത്? ഡേവിഡ് ബേക്കറിനാണെങ്കിൽ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ എന്ന മേഖലയ്ക്ക്